പുല്ലൂർ താളിക്കുണ്ട് ചെറിയിടച്ചി താനത്തിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന് മാർച്ച് 10 തുടക്കമാവും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുല്ലൂർ താളിക്കുണ്ട് ചെറിയിടച്ചി താനത്തിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനം വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 8:47 കലവറനിഴയ്ക്കൽ ഘോഷയാത്ര, 10 വൈകിട്ട് 6 മണിക്ക് കൈവീത്, തുടർന്ന് തെയ്യം കൂടൽ, തോറ്റം, 11 വൈകിട്ട് 4 മണിക്ക് കാർന്നോൻ തെയ്യത്തിന്റെ വെള്ളാട്ടം, 6 കോരച്ചൻ തെയ്യത്തിന്റെ വെള്ളാട്ടം, രാത്രി 8 മണിക്ക് കണ്ടനാർ കേളൻ തെയ്യത്തിന്റെ വെള്ളാട്ടം അരങ്ങിലെത്തും. തുടർന്ന് ബപ്പിടൽ ചടങ്ങ്, രാത്രി 12 മണിക്ക് വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ വെള്ളാട്ടം, 1 മണിക്ക് വിഷ്ണുമൂർത്തിയുടെ തിടങ്ങൽ, രാവിലെ 7 മണിക്ക് കാർന്നോൻ തെയ്യം, 9 മണിക്ക് കോരച്ചൻ തെയ്യം, 12 കണ്ടനാർ കേളൻ തെയ്യം അരങ്ങിലെത്തും. വൈകിട്ട് 4 മണിക്ക് വയനാട്ടുകുലവൻ ദൈവത്തിന്റെ പുറപ്പാടും ചൂട്ടുപ്പിക്കൽ ചടങ്ങും നടക്കും. തുടർന്ന് വിഷ്ണുമൂർത്തി തെയ്യം അരങ്ങിലെത്തും. രാത്രി 10 മണിക്ക് മറപ്പിളർക്കൽ ചടങ്ങ്. പുല്ലൂർ താളിക്കുണ്ട് ചെറിയിടച്ചി താനത്തിങ്കാൽ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനം എത്രയോ കാലങ്ങൾക്ക് ശേഷം അതിന്റെ കോയ്മ സ്ഥാനത്തിരിക്കുന്നവരും അതുപോലെ തന്നെ നാട്ടുകാരുടെയും വളരെയധികം പ്രയത്നങ്ങൾ കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും സമാഹരിച്ച സാമ്പത്തികം കൊണ്ട് ഈ പ്രാവശ്യം 2026 മാർച്ച് മാസം 9, 10, 11, 12 തീയതികളിലാണ് ഈ ഉത്സവം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടുള്ള കലവറ നടക്കൽ ചടങ്ങ് നാളെ രാവിലെ 8:47 10:36 ഇടയിൽ നടക്കുന്നതാണ്. തുടർന്ന് പിന്നെ 10-ാം തീയതി തെയ്യം കൂടുന്നു. അതെ, പിന്നെ മാർച്ച് 10-ാം തീയതിയാണ് ശ്രീ വയനാട്ടുകുലവന്റെ തെയ്യം കൂടല്. അന്ന് വൈകുന്നേരം കൈവിതോടുകൂടി തെയ്യം മറക്കളത്തിലേക്ക് തെയ്യത്തെ ആവാഹിച്ചു കൊണ്ടുപോയി അവിടെ നിന്നായിരിക്കും തെയ്യം തുടങ്ങുന്നത്. തുടർന്ന് കൈവീത ചടങ്ങോടുകൂടി മഹോത്സവം സമാപിക്കും. വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ സി രാജൻ പെരിയ, ജനറൽ കൺവീനർ കെ കുമാരൻ വയ്യോത്ത്, വർക്കിംഗ് ചെയർമാൻമാരായ ടി ഹരിഹരൻ വെള്ളിക്കോത്ത്, വി സുധീർ ബാബു, ട്രഷറർ രാജേന്ദ്രൻ മധുരമ്പാടി, കോർഡിനേറ്റർ വിശ്വൻ വയ്യോത്ത്, കോയ്മ വി ഉണ്ണികൃഷ്ണൻ നായർ, പബ്ലിസിറ്റി ചെയർമാൻ എ സന്തോഷ് കുമാർ, കൺവീനർ വേണുഗോപാലൻ വിഷ്ണുമംഗലം എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.